നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതുവരെ ഫജ്ർ നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിരുന്നു എന്ന അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ്. ഈ ഹദീസാണ് അവർക്ക് വളരെ വലിയൊരു തെളിവായി നിലകൊള്ളുന്നത്. എന്നാൽ ഈ ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം ദുർബലമാണ്. കാരണം ഈ ഹദീസ് ഏതൊരു സഹാബിയിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്, ആ സഹാബിയിൽ നിന്ന് ഏറ്റവും കുറ്റമറ്റ റിവായത്തുകളിൽ ഇതിന് നേരെ വിരുദ്ധമായതാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ തെളിവിന് അനുയോജ്യമായൊരു തെളിവല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് അവർ ഉദ്ധരിക്കുന്ന തെളിവുകളാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രയാസകരമായ സാഹചര്യമുണ്ടാവുകയും 70ഓളം കാരിയങ്ങളായ ആളുകളെ, സത്യനിഷേധികളായ ആളുകൾ ചതിച്ചു കൊല്ലുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയ ഖുനൂത്തുമായി ബന്ധപ്പെട്ടുള്ള സ്വഹാബികളുടെ റിപ്പോർട്ടുകളാണ്. ആ റിപ്പോർട്ടുകളെ പൊതുവൽക്കരിച്ചുകൊണ്ടാണ് എല്ലാ ഫജ്ർ നമസ്കാരത്തിലും ഖുനൂത്തോദൽ സുന്നത്താണ് എന്ന നിഗമനത്തിലേക്ക് ഈ മദ്ഹബിൻ്റെ പണ്ഡിതന്മാരും ആ മദ്ഹബിനെ പിന്തുടരുന്ന ആളുകളും എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു അഭിപ്രായം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഹനഫി മദ്ഹബിൻ്റെ അഭിപ്രായ പ്രകാരം ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് ഫജ്റിലുള്ള ഖുനൂത്ത്, അതേപോലെ തന്നെയുള്ള നാസിലത്തിൻ്റെ ഖുനൂത്തുകളെല്ലാം മൻസൂഖാക്കപ്പെട്ടതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിത്റിലെ ഖുനൂത്തല്ലാതെ ഫജ്റിൽ മാത്രമുള്ള ഒരു ഖുനൂത്ത്, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഖുനൂത്തുകൾ അത് മൻസൂഖാണ്, ആ വിധി ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. അതിനുള്ള തെളിവ് സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുകയാണ്, ഈ ഒരു സംഭവം 70ഓളം കാരിയങ്ങളായ ആളുകളെ സത്യനിഷേധികൾ വധിച്ചപ്പോൾ അവർക്കെതിരിൽ അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയ ദുആ. അതിനെ സംബന്ധിച്ച് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്റിലും മറ്റു നമസ്കാരങ്ങളിലും ഖുനൂത്തോതി സത്യനിഷേധികൾക്കെതിരിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാനു യഖ്റഊൻ, അവർ കാരിയങ്ങളായിരുന്നു. അവസാനം അവർ പ്രാർത്ഥിച്ചു, അൻ ബല്ലിഗു ഖൗമന അന്ന ഖദ് ലഖീന റബ്ബന ഫറളിയ അന്ന വഅർളാന. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അതേപോലെ തന്നെ അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു, അഥവാ അവർ സ്വർഗാവകാശികളാണ് എന്ന അറിയിപ്പ് ലഭിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുനൂത്തോദൽ നിർത്തി. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സുമ്മ നുസിഖ ബഅദ ദാലിക്, അതുകൊണ്ട് തന്നെ അതിനുശേഷം അത് മൻസൂഖാക്കപ്പെട്ടു. ഫദഅ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 30 സബാഹ, 30 ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സത്യനിഷേധികൾക്കെതിരിൽ ദുആ ചെയ്തിട്ടുള്ളത്. എന്നാൽ പിന്നീടത് ക്യാൻസൽ ചെയ്യപ്പെട്ടു. അപ്പോൾ ഇവിടെ നുസിഖ എന്ന വാക്കിനെ അവലംബിച്ചുകൊണ്ട് ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറയുന്നത്, അങ്ങനെ ഖുനൂത്ത് ഓതുന്ന ഏർപ്പാട് തന്നെ ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു, അത് മൻസൂഖാണ്, ആ മതവിധി എടുത്തു കളഞ്ഞിരിക്കുന്നു, 30 ദിവസമേ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തിട്ടുള്ളൂ. ഇതാണ് അവരുടെ വാദം. എന്നാൽ തെളിവുകളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാദം അത് യഥാർത്ഥത്തിൽ ഹംബലി മദ്ഹബിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ വളരെ കൃത്യമായി ഈ തെളിവുകളെല്ലാം ജംഅ് ചെയ്തുകൊണ്ടാണ് ഹംബലി മദ്ഹബിൻ്റെ അഭിപ്രായം. അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുനൂത്ത് ഓതിയതുപോലെയുള്ള സാഹചര്യങ്ങൾ മുസ്ലിം ഉമ്മത്തിനുണ്ടാവുകയാണെങ്കിൽ, പ്രയാസകരമായ സാഹചര്യങ്ങൾ, അതിനാണ് നാസിലത്തിൻ്റെ ഖുനൂത്തുൻ നാസില എന്ന് പറയുന്നത്. അത്തരം സന്ദർഭത്തിൽ വിശ്വാസികളെ സഹായിക്കുവാൻ വേണ്ടിയും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയുമുള്ള ദുആ, ആ ദുആ നിർവഹിച്ചുകൊണ്ട് ഖുനൂത്താകാം, അത് ഏത് നമസ്കാരങ്ങളിലുമാകാം. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ അത് ശറഇലുള്ളതാണ്. എന്നാൽ എല്ലാ ദിവസവും ഇത്തരം സാഹചര്യങ്ങളൊന്നും പരിഗണിക്കാതെ സുബൈക്ക് മാത്രം ഖുനൂത്ത് ഓതുക എന്ന ഏർപ്പാട് അത് ശരിയല്ല, അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് ഹംബലി മദ്ഹബ് വളരെ വ്യക്തമായി വാദിക്കുന്നത്. തെളിവുകൾ പരിശോധിച്ചാൽ സഹോദരങ്ങളെ, അതാണ് തെളിവുകളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അറാദ അൻ യദ്ഉവ അലാ അഹദിൻ ഔ യദ്ഉവ ലി അഹദിൻ ഖനത ബഅദ റുകൂഅ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം വ്യക്തമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ
ആർക്കെങ്കിലും എതിരിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയോ അഥവാ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും മുസ്ലിമീങ്ങൾ ഉപദ്രവിക്കുന്ന ശത്രുക്കൾക്കെതിരിലും ദുആ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ ഖുനൂത്ത് നിർവഹിക്കുമായിരുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഖുനൂത്ത് ഓതാറുണ്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നമുക്ക് വ്യക്തമാക്കി തരുന്നു. അപ്പോൾ ഹംബലി മദ്ഹബിലെ ആ അഭിപ്രായമാണ് ശരി. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നാസിലത്തിൻ്റെ ഖുനൂത്ത് ആകാം. എന്നാൽ ആ സാഹചര്യം കഴിഞ്ഞാലോ അതേ ഹദീസിൽ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ഇന്ന ഗോത്രങ്ങൾക്ക് എതിരിൽ ദുആ ചെയ്യുകയുണ്ടായി. ഏതുവരെ? ഹത്ത അൻസലല്ലാഹ്, അള്ളാഹു ഒരു ആയത്ത് അവതരിപ്പിക്കുന്നത് വരെ. സൂറത്തു ആലി ഇമ്രാനിലെ 128 ആയത്താണ്. ലൈസ ലക മിനൽ അംരി ഷൈഉൻ എന്ന് തുടങ്ങുന്ന ആ ആയത്ത്, അഥവാ നബിയെ കാര്യങ്ങളുടെ കൈകാര്യകർത്തൃത്വം അത് താങ്കളുടെ കൈകളിലല്ല എന്ന് തുടങ്ങി അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്കും എന്ന ആയത്ത് ഇറങ്ങുന്നത് വരെ അള്ളാഹുവിൻ്റെ റസൂൽ ഖുനൂത്ത് ഓതി. എന്നാൽ ആ ആയത്ത് ഇറങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഭാഗം ആളുകൾക്കെതിരിലുള്ള ഖുനൂത്ത് നിർത്തുകയുണ്ടായി. അപ്പോൾ ഈ ഹദീസിൽ നമുക്ക് രണ്ടാശയം ലഭിക്കുന്നുണ്ട്. ഒന്ന്, ഇതേപോലെയുള്ള സാഹചര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഖുനൂത്ത് ഓതിയിട്ടുണ്ട്. ആ സാഹചര്യം നീങ്ങിയാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുനൂത്ത് നിർത്തുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ആ വിഷയത്തിലെ ശരിയായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഫജ്ർ നമസ്കാരത്തിൽ എല്ലാ ദിവസവും ഇത്തരം സാഹചര്യമൊന്നുമില്ലെങ്കിലും ഫജ്ർ നമസ്കാരത്തിൽ മാത്രമുള്ള ഖുനൂത്ത് സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയില്ല. നേരത്തെ ഉദ്ധരിക്കപ്പെട്ട ഹദീസ് അഥവാ അള്ളാഹുവിൻ്റെ റസൂൽ മരിക്കുന്നത് വരെ സുബൈക്ക് ഖുനൂത്ത് ഓതി എന്ന ഹദീസ് ദുർബലമാണ് എന്ന് നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ച് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയിട്ടുള്ള ആ ഖുനൂത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു മാസം മാത്രമേ ഓതിയിട്ടുള്ളൂ എന്നതിന് ധാരാളം തെളിവുകൾ കാണാൻ സാധിക്കും. ഒന്ന്, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിമാർ പറയുന്നത്, സുമ്മ ബലഗന അന്നഹു തറക ദാലിക്, പിന്നീട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖുനൂത്ത് ഓതൽ നിർത്തിക്കളഞ്ഞു. സൂറത്തു ആലു ഇമ്രാനിലെ 128 ആയത്ത് അവതരിച്ചതോടുകൂടി. ഇതേ കാര്യം നേരത്തെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വ്യക്തമാക്കിയത് നമ്മൾ കാണുകയുണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം മുസ്ലിമിൻ്റെ മറ്റൊരു റിവായത്തിൽ കാണാം, ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, സുമ്മ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തറക ദുആ ബഅദ്, പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ ആ ഖുനൂത്ത് ഉപേക്ഷിച്ചതായി ഞാൻ കണ്ടു. അപ്പോൾ സ്വഹാബത്തിൻ്റെ സാക്ഷ്യമാണ്. എന്നാൽ എല്ലാ ഫജ്റിലും അള്ളാഹുവിൻ്റെ റസൂൽ അത് പതിവാക്കിയിരുന്നെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പറയുകയില്ല. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് അള്ളാഹുവിൻ്റെ റസൂൽ അത് നിർത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ദിവസങ്ങളിലേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇനി ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പറയുന്നത് ശ്രദ്ധിക്കൂ. അദ്ദേഹം പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്നുതു ഫീ സ്വലാത്തി സുബ്ഹ്, അള്ളാഹുവിൻ്റെ റസൂൽ സുബൈ നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നു. യദ്ഉ അലാ ഹയ്യിൻ മിൻ അഹ്യാഇൽ അറബ്, അറബികളിലെ ചില ഗോത്രങ്ങൾക്ക് എതിരിൽ ഷഹ്റൻ, ഒരു മാസം, സുമ്മ തറക, പിന്നെ അത് ഉപേക്ഷിച്ചു. നോക്കൂ നിങ്ങൾ, വളരെ കൃത്യമാണ്. പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഉപേക്ഷിച്ചു. അപ്പോൾ ഒരു മാസമാണ് ഖുനൂത്ത് ഓതിയതെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന കുറ്റമറ്റ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്രകാരമാണ്. അതുകൊണ്ടാണ് ഒരു മാസമാണ് നടത്തിയത് പിന്നീട് ഉപേക്ഷിച്ചു എന്ന് പറയുന്ന അനസ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്താകുന്നത് വരെ ഖുനൂത്ത് ഓതി എന്ന അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് 2 കാരണങ്ങൾ കൊണ്ടാണ് പണ്ഡിതന്മാർ അത് സ്വീകാര്യയോഗ്യമല്ല എന്ന് പറഞ്ഞത്. ഒന്നാമത്തത്, ആ ഹദീസിൽ ദുർബലതയുണ്ട്. രണ്ടാമത്തത്, കുറ്റമറ്റ പരമ്പരകളിൽ ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ അതേ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഒരു മാസമാണ്, പിന്നീട് അത് ഒഴിവാക്കി എന്നതാണ്. അപ്പോൾ അതാണ് കൂടുതൽ വ്യക്തതയുള്ളത്. മാത്രമല്ല, അത് ഫജ്ർ നമസ്കാരത്തിൽ മാത്രമായിരുന്നു എന്ന് കാണിക്കുന്ന റിവായത്തുകളൊന്നും കാണാൻ കഴിയില്ല. മറിച്ചു മറ്റു നമസ്കാരങ്ങളിലും ഉണ്ടായിരുന്നു എന്നതിന് വേറെ ധാരാളം തെളിവുകൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖ്നുതു ഫി സുബ്ഹി വൽ മഗ്രിബ്, അള്ളാഹുവിൻ്റെ റസൂൽ സുബൈ നമസ്കാരത്തിലും മഗ്രിബ് നമസ്കാരത്തിലും ഖുനൂത്ത് ഓതിയിട്ടുണ്ട്. എന്നാൽ ഫജ്റിന് മാത്രം ഖുനൂത്ത് ഓതുന്ന ആളുകൾ അവർ മഗ്രിബിന് ഓതാറില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. ഇതാ നാസിലത്തിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഓതിയതാണ്. അത് സുബൈക്ക് മാത്രമായിരുന്നില്ല, മഗ്രിബിലും ഉണ്ടായിരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, കാനൽ ഖുനൂത്ത് ഫിൽ മഗ്രിബി വൽ ഫജ്ർ,
ഖുനൂത്ത് മഗ്രിബിലും ഫജ്റിലും ഉണ്ടായിരുന്നു എന്നാണ് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഇനി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വല്ലാഹി ല ഉഖർരിബന്ന ബിക്കും സ്വലാത്ത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം എന്താണ് ചെയ്തത്? ഫകാന അബൂ ഹുറൈറ യഖ്നുതു ഫിൽ ളുഹ്രി വൽ ഇശാഇൽ ആഖിറ വസ്സലാത്തി സുബ്ഹി വയദ്ഉ ലിൽ മുഅ്മിനീൻ വയൽഅനുൽ കുഫാർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ളുഹർ നമസ്കാരത്തിലും അതേപോലെ തന്നെ ഇശാ നമസ്കാരത്തിലും സുബൈ നമസ്കാരത്തിലും ഒക്കെ തന്നെ സത്യനിഷേധികൾക്കെതിരെയും സത്യവിശ്വാസികൾക്ക് വേണ്ടിയും ദുആ ചെയ്തിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാണിക്കുന്നതിൽ എന്താണുള്ളത്? ളുഹറിന് ഖുനൂത്ത് ഓതിയിട്ടുണ്ട്, ളുഹർ നമസ്കാരത്തിന് ഖുനൂത്ത് ഓതി, ഇശാ നമസ്കാരത്തിന് ഖുനൂത്ത് ഓതി, മഗ്രിബിൽ ഓതി എന്ന് വേറെ ഹദീസിൽ സ്ഥിരപ്പെട്ടു, സുബൈക്കും ഓതി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് എല്ലാ നമസ്കാരങ്ങളിലും തന്നെ അത് നിർവഹിച്ചിട്ടുണ്ട്. സുബൈക്ക് മാത്രം എന്നതിന് തെളിവില്ല. മാത്രമല്ല ഒരു മാസം അള്ളാഹുവിൻ്റെ റസൂൽ അത് നിർവഹിച്ചതിന് ശേഷം പിന്നീട് ഉപേക്ഷിച്ചു എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒന്നുകൂടി വ്യക്തമാക്കി പറയുന്നു, ഫഖനത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദ്ഉ അലൈഹിം, സത്യനിഷേധികൾക്കെതിരിൽ ദുആ ചെയ്തുകൊണ്ട് ഒരു മാസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുനൂത്ത് ഓതിയിട്ടുള്ളത്. അപ്പോൾ വളരെ കൃത്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്തുൻ നാസില അത് ഓതിയിട്ടുണ്ട്. അത് ഫജ്റിലും ഓതിയിട്ടുണ്ട്, മറ്റു നമസ്കാരങ്ങളിലും ഓതിയിട്ടുണ്ട്. ഫജ്റിന് മാത്രമായി മരിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ റസൂൽ ഓതി എന്നത് സ്ഥിരപ്പെട്ടിട്ടില്ല. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് ബിദ്അത്താണ് എന്ന് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയുകയാണ്, ഖുൽതു ലി അബി, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചു, യാ അബത്തി, എൻ്റെ പിതാവേ, ഇന്നക ഖദ് സ്വല്ലൈത ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബീ ബക്കറിൻ വഉമറ വഉസ്മാന വഅലിയ്യിൻ ഹാഹുനാ ബിൽ കൂഫ നഹ്വൻ മിൻ 5 സിനീൻ ഫകാനൂ യഖ്നുതൂന ഫിൽ ഫജ്ർ. അബൂ മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ അവരുടെ കൂടെയൊക്കെ നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കൂഫയിൽ വെച്ച് ഏകദേശം 5 വർഷം നിങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയും നമസ്കരിച്ചിട്ടുണ്ട്. അവർ ഫജ്ർ നമസ്കാരത്തിൽ മാത്രമായി ഖുനൂത്ത് ഓതുന്നവരായിരുന്നോ? ഇതാണ് ചോദ്യം. അതിനുള്ള മറുപടി എന്താണ്? ഫഖാല ഐ ബുനയ്യ മുഹ്ദസുൻ, മകനെ അത് മുഹ്ദസാണ്, അതൊരു പുതിയ രീതിയാണ്, റസൂൽ ചെയ്തിട്ടില്ല. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും ഇവരാരും തന്നെ ഫജ്റിന് മാത്രമായി എല്ലാ ദിവസവും ഒരു കാരണവുമില്ലാതെയുള്ള ഒരു ഖുനൂത്ത് അവർ ഓതിയിട്ടില്ല. അത് മുഹ്ദസാണ് എന്ന് ഇവിടെ വളരെ വ്യക്തമായി കാണുകയാണ്. മാത്രമല്ല ഈ ഹദീസ് കുറ്റമറ്റ പരമ്പരയിലൂടെ വന്നിട്ടുള്ളതുമാകുന്നു. അപ്പോൾ ഫജ്ർ നമസ്കാരത്തിൽ മാത്രമുള്ള ഖുനൂത്ത് എന്നത് സ്വഹാബത്തിനോ പ്രവാചകനോ പരിചയമില്ലാത്തതാണ്. നേരത്തെ നാം ഉദ്ധരിച്ച ധാരാളക്കണക്കിന് ഹദീസുകൾ അത് നമുക്ക് വ്യക്തമാക്കി തന്നു. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ഒരു മാസം നിർവഹിച്ചിട്ട് പിന്നീട് ഉപേക്ഷിച്ചു, അത് പതിവാക്കിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്, ഫജ്ർ നമസ്കാരത്തിന് മാത്രമായിട്ടുള്ള ഖുനൂത്ത് അത് തന്നെ എല്ലാ ദിവസവും നിർവഹിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയിൽപ്പെട്ടതല്ല, അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഈ ഖുനൂത്ത് നിർവഹിച്ചതുകൊണ്ട് ഒരാളുടെ നമസ്കാരം ബാത്തിലായി പോകുമോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരാൾ എല്ലാ ഫജ്ർ നമസ്കാരത്തിലും ഖുനൂത്ത് ഓതുന്നു, അത് അയാളുടെ നമസ്കാരത്തിൻ്റെ സിഹത്തിനെ ബാധിക്കുമോ? നേരത്തെ പറഞ്ഞ ഹദീസുകളെ മനസ്സിലാക്കിക്കൊണ്ട്, ആ ഹദീസ് സ്വഹീഹാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടോ അതല്ലെങ്കിൽ മറ്റു പണ്ഡിതന്മാരുടെ കൗലുകളുടെയും ഗവേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഫജ്ർ നമസ്കാരത്തിൽ മാത്രം ഖുനൂത്ത് ഓതുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും മറ്റുമൊക്കെ ആരെങ്കിലും അത് നിർവഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നമസ്കാരം സ്വഹീഹാണ്, അത് ബാത്തിലല്ല. ഇതാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ സൂചിപ്പിച്ചൊരു കാര്യം നമുക്ക് വായിക്കാം. ഇത്തഫഖൽ ഉലമ, പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായമുണ്ട്. ശരിക്കും ശ്രദ്ധിക്കുക, ഈ വിഷയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കണം, ഇല്ല എങ്കിൽ പ്രശ്നമാണ്. അദ്ദേഹം പറയുന്നത്, ഇത്തഫഖൽ ഉലമ അല അന്നഹു ഇദാ ഫഅല കുല്ലൻ മിനൽ അംറൈനി കാനത് ഇബാദത്തുഹു സ്വഹീഹ. ഈ പറഞ്ഞതിൽ ഏത് ചെയ്താലും ആ ഇബാദത്ത് സ്വഹീഹാണ്. വല ഇസ്മ അലൈ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറ്റമില്ല. ലാകിൻ യതനാസഊന ഫിൽ അഫ്ളലി വഫീമാ കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഫ്അലു. എന്നാൽ അഭിപ്രായ വ്യത്യാസം അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തതിനോട് ഏറ്റവും യോജിച്ചു നിൽക്കുന്നതും കൂടുതൽ അഫ്ളലായതും ഏതാണ് എന്ന വിഷയത്തിലാണ്. വമസ്അലത്തുൽ ഖുനൂത്തി ഫിൽ ഫജ്രി വൽ വിത്രി വൽ ജഹ്രി ബിൽ ബസ്മലത്തി വസിഫത്തിൽ ഇസ്തിആദത്തി വനഹ്വിഹാ മിൻ ഹാദൽ ബാബ്.
ഫജ്റിലെ ഖുനൂത്ത്, അതേപോലെ തന്നെ വിത്ർ നമസ്കാരത്തിലെ ഖുനൂത്ത്, ബിസ്മി ഉറക്കെ ഓതൽ, അതേപോലെ തന്നെ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് എങ്ങനെയാണ് പറയേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇതേപോലെയുള്ള വിഷയത്തിൽപ്പെട്ടതാണ്. ഫഇന്നഹും മുത്തഫിഖൂന അലാ അന്ന മൻ ജഹറ ബിൽ ബസ്മല സഹഹത് സ്വലാത്തു വമൻ ഖാഫത് സഹഹത് സ്വലാത്തു വഅലാ അന്ന മൻ ഖനത ഫിൽ ഫജ്രി സഹഹത് സ്വലാത്തു വമൻ ലം യഖ്നുത് ഫീഹാ സഹഹത് സ്വലാത്തു വകദാലികൽ ഖുനൂതു ഫിൽ വിത്ർ. അദ്ദേഹം പറയുകയാണ്, പണ്ഡിതന്മാർക്ക് ഏകാഭിപ്രായമുണ്ട്. ബിസ്മി ഉറക്കെ ഓതിയാലും പതുക്കെ ഓതിയാലും നമസ്കാരം സഹീഹാണ്. ഖുനൂത്ത് ഓതിയാലും, ഫജ്റിൽ ഖുനൂത്ത് ഓതിയാലും ഖുനൂത്ത് ഓതിയിട്ടില്ലെങ്കിലും നമസ്കാരം സഹീഹാണ്. അതേപോലെ തന്നെയാണ് വിത്റിലെ ഖുനൂത്തും. അപ്പോൾ അത് ഇബാദത്തിനെ ബാധിക്കുകയില്ല. കാരണം പണ്ഡിതന്മാർക്കിടയിൽ ഇജ്തിഹാദിയായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ആ മദ്ഹബിലെ പണ്ഡിതന്മാരൊക്കെ ഫജ്റിലെ ഖുനൂത്തിനെ അംഗീകരിക്കുന്നവരും അവർക്ക് അവരുടേതായ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ അവർക്കുണ്ട്. എന്നാൽ മറ്റു മദ്ഹബിലുള്ള ആളുകൾ അത് വേണ്ട എന്ന് പറയുന്നവരാണ്. അവരുടെ കൈകളിലും വളരെ ശക്തവും വ്യക്തവുമായ തെളിവുകളുണ്ട്. അതുകൊണ്ട് ഒരാൾ ആ ഒരു ഖുനൂത്ത് നിർവഹിച്ചു എന്നതുകൊണ്ട് ആ നമസ്കാരം ബാത്തിലാണെന്നോ അയാൾ അക്കാരണത്താൽ ഒരു ബിദ്അത്തിൻ്റെ ആളാണെന്നോ ഒരു മുബ്തദിയാണെന്നോ ഒരിക്കലും പറയാൻ പാടില്ല. ഞാൻ വായിച്ച ചില കിതാബുകളിൽ എനിക്ക് കാണാൻ സാധിച്ചു അതിൻ്റെ സ്വഹത്തിനെക്കുറിച്ച്, അതിൻ്റെ വ്യക്തതയെക്കുറിച്ച് എനിക്കറിയില്ല. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഫജ്റിൽ മാത്രമുള്ള ഖുനൂത്തിനെ അംഗീകരിക്കാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഖുനൂത്ത്, ഫജ്റിൽ ഖുനൂത്ത് ഓതുന്ന ഒരാളുടെ പിറകിൽ നമസ്കരിക്കുവാൻ പാടുണ്ടോ? അതിന് അദ്ദേഹം തിരിച്ചു ചോദിച്ചത്, സുബ്ഹാനല്ലാഹ്, എന്ത് ചോദ്യമാണത്! ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാമായി നമസ്കരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പിറകിൽ നമസ്കരിക്കാതിരിക്കുകയോ? ശരിക്കും ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഫജ്ർ നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്ന വ്യക്തിയാണ്. എന്നിരിക്കെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നമസ്കരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പിറകിൽ നമസ്കരിക്കാതിരിക്കുകയോ എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചത് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ആ മസ്അലയെ ഒന്നുകൂടി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട്. ഖുനൂത്ത് ഓതുന്ന ഇമാമിൻ്റെ പിറകിൽ നമസ്കരിക്കുന്ന ഒരാൾ അങ്ങനെ ഫജ്റിലെ ഖുനൂത്ത് സുന്നത്തല്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആ വ്യക്തി ഖുനൂത്തിൽ പങ്കെടുക്കണമോ അതല്ല ഖുനൂത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം മിണ്ടാതിരിക്കുകയാണോ വേണ്ടത്, ആമീൻ പറയാതിരിക്കുകയാണോ വേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തെ വളരെ വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, മൻ യഅതഖദ ദാലിക മുതഅവ്വിലൻ ഫീ ദാലിക ലഹു തഅവീലു കസായിരി മവാരിദിൽ ഇജ്തിഹാദ്. ഫജ്റിലെ ഖുനൂത്ത് അത് പതിവായി നിർവഹിക്കാമെന്ന് ഇജ്തിഹാദിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അപ്രകാരം അയാൾക്ക് മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിഹാദാ യംബഗി ലിൽ മഅ്മൂമി അൻ യത്തബിഅ ഇമാമഹു ഫലാ ഫീമാ യസൂഗു ഫീഹിൽ ഇജ്തിഹാദ്. അങ്ങനെ ഇജ്തിഹാദിന് സാധ്യതയുള്ള ഒരു വിഷയത്തിൽ മൗമൂമിങ്ങൾ ഇമാമിനെ പിന്തുടരണം. ഫഇദാ ഖനത ഖനത മഅഹു. അതുകൊണ്ട് തന്നെ ഇമാം ഖുനൂത്ത് ഓതിയാൽ ഇമാമിൻ്റെ കൂടെ മൗമൂമിങ്ങളും ഖുനൂത്ത് ഓതണം. വ ഇൻ തറക്കൽ ഖുനൂത്ത് ലം യഖ്നുത്. ഇനി ഇമാം ഖുനൂത്ത് ഓതുന്നില്ലെങ്കിലോ? ചില ആളുകൾ കാണാം സ്വന്തമായി ഖുനൂത്ത് ഓതുന്നത്. അതും ശരിയല്ല. അപ്പോൾ ഇമാം ഖുനൂത്ത് ഓതുകയാണെങ്കിൽ ഇമാമിൻ്റെ കൂടെ ഖുനൂത്ത് ഓതണം. ഇമാം ഖുനൂത്ത് ഓതുന്നില്ലെങ്കിലോ? എങ്കിൽ പിന്നെ സ്വന്തമായി മൗമൂമിങ്ങൾ ഖുനൂത്ത് ഓതാൻ പാടില്ല. കാരണം ഫഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി. ഇമാമിനെ നിശ്ചയിച്ചത് പിന്തുടരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇമാം ഇജ്തിഹാദിന് സാധ്യതയുള്ള ഒരു വിഷയത്തിൽ, പണ്ഡിതന്മാർക്കിടയിൽ വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽപ്പെട്ട ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കിയതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയാണെങ്കിൽ അതാകട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്ത് കാണിച്ചതിലുണ്ട് താനും, എങ്കിൽ പിന്നെ ആ വിഷയത്തിൽ ഇമാമിനെ പിന്തുടരുന്നതിൽ യാതൊരു വിരോധവുമില്ല എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കുന്നു, അൽ ഖുനൂതു ഫി സ്വലാത്തിൽ ഫജ്ർ ലാ യംബഗി ഇല്ലാ ഇദാ കാന ഹുനാക സബബ്. ഫജ്ർ നമസ്കാരത്തിൽ നിത്യവും ഖുനൂത്ത് ഓതുക എന്നത് ശരിയല്ല, എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ. ഞാൻ പറഞ്ഞു, ഹംബലി മദ്ഹബിലെ ഈ അഭിപ്രായമാണ് തെളിവുകളോട് യോജിച്ചു നിൽക്കുന്നത്. എന്നാൽ അമ്മാ ബിദൂനി സബബിൻ ഫഇന്നഹു ലാ യഖ്നുത്. എന്നാൽ ഒരു സബബില്ലെങ്കിൽ അവിടെ ഖുനൂത്ത് ഇല്ല. വഹാദാ ഹുവൽ ഖൗലു സഹീഹ്. ഇതാണ് ഏറ്റവും സഹീഹായ ഖൗൽ. എന്നാൽ ലാകിൻ ലൗ സല്ലൽ ഇൻസാനു മഅ ഇമാമിൻ യഖ്നുതു ഫഇന്നഹു യുതാബിഉ. എന്നാൽ ആരെങ്കിലും ഖുനൂത്ത് ഓതുന്ന ഇമാമിൻ്റെ കൂടെയാണ് നമസ്കരിക്കുന്നതെങ്കിൽ ആ ഇമാമിനെ അയാൾ പിന്തുടരണം. വയുഅമ്മിനു അലാ ദുആഇ. ഇമാം ദുആ ചെയ്യുമ്പോൾ അതിന് ആമീൻ പറയുകയും വേണം. ഇപ്രകാരം തന്നെയാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. സൗദി അറേബ്യയിലെ പണ്ഡിത സഭയും അങ്ങനെ തന്നെയാണ് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു മദ്ഹബിൻ്റെ അഭിപ്രായം എന്നുള്ള നിലക്കോ അതല്ലെങ്കിൽ ഇജ്തിഹാദിയായ ഒരു വിഷയം എന്നുള്ള നിലക്കോ ഫജ്ർ നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്ന വ്യക്തി അദ്ദേഹത്തിൽ
പിന്തുടരപ്പെടാൻ പാടില്ലാത്ത വിധത്തിലുള്ള മറ്റു വിശ്വാസപരമായ വൈകല്യങ്ങളില്ലെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുചേർക്കുക, അള്ളാഹു അല്ലാത്തവരോടും വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുക, അങ്ങനെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഒരവസ്ഥയോ വ്യക്തമായ കുഫറോ ശിർക്കിൻ്റെ പ്രവർത്തനങ്ങളോ ഇല്ല എങ്കിൽ കേവലം മദ്ഹബിൻ്റെ അതല്ലെങ്കിൽ ഫിഖ്ഹിയായ ഒരു വിഷയത്തിലെ അഭിപ്രായ വ്യത്യാസം എന്നുള്ള നിലക്ക് ഒരാൾ കുനൂത്ത് ഫജ്റിൽ മാത്രമുള്ള കുനൂത്ത് സഹീഹാണെന്ന് മനസ്സിലാക്കി കുനൂത്ത് ഓതുന്ന ഒരു ഇമാമാണെങ്കിൽ അത്തരം ഇമാമിങ്ങളുടെ പിറകിൽ നമസ്കരിക്കുന്ന ആളുകൾ തീർച്ചയായും ആ ഇമാമിൻ്റെ കൂടെ കുനൂത്ത് ഓതേണ്ടതാണ്. എന്നാൽ കുനൂത്ത് ഓതാത്തവരുടെ പിറകിലാണെങ്കിലോ അവിടെ മഅ്മൂമിങ്ങൾ പ്രത്യേകമായി സ്വന്തമായി കുനൂത്ത് ഓതാനും പാടില്ലാത്തതാണ്. കുനൂത്ത് ഓതിക്കൊണ്ടുള്ള നമസ്കാരമാകട്ടെ ഓതാതെയുള്ള നമസ്കാരമാകട്ടെ രണ്ടും സഹീഹാണ്. കുനൂത്ത് ഓതാത്തവരുടെ നമസ്കാരം സഹീഹാണെന്ന് ആരും കരുതുവാൻ പാടില്ലാത്തതാണ്. തെളിവുകൾ പരിശോധിച്ചാൽ നമുക്ക് ഏറ്റവും ശരിയായ അഭിപ്രായം എന്നുള്ളത് അത് ഹംബലി മദ്ഹബിലെ അഭിപ്രായമാണ്. അഥവാ ഇതേപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് നാസിലത്തിൻ്റെ കുനൂത്ത് എന്നുള്ള നിലക്ക് ഫജ്ർ നമസ്കാരത്തിലും അതല്ലാത്ത മറ്റു നമസ്കാരങ്ങളിലും ഓതാവുന്നതാണ്. ആ സബബ് കഴിഞ്ഞാൽ, ആ കാരണം കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കേണ്ടതാണ്. പതിവായി നിർവഹിക്കുക എന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയിൽപ്പെട്ടതല്ല. പതിവായി നിർവഹിച്ചു എന്ന് കാണിക്കുന്ന ഹദീസുകളാകട്ടെ ദുർബലമാണ് താനും. ഇതാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്.